ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇല കീറാൻ വന്നതാണ്. ഒരു ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂര്യൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല കീറാൻ വന്നതാണ്. ഇനി ഇപ്പോൾ അവൻ വരാറായി. 3:45 അവൻ എത്തും. അവൻ്റെ സ്കൂൾ ബസ് ഇപ്പോൾ ഇവിടെ 3:40 ആകുമ്പോൾ എത്തും. അപ്പോൾ ഞാൻ ആ ഇല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട്. അവൻ വരുമ്പോൾ എപ്പോഴും ചോദിക്കും നാരങ്ങ വെള്ളം വേണമെന്ന്. ഞാൻ പറയും കുറേ പഞ്ചസാര അങ്ങനെ കൂട്ടണ്ട കേട്ടാന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇതിലൊക്കെ പറയും, ഓ ഇത്രയും പഞ്ചസാരയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടല്ലേ അപ്പോൾ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് സങ്കടത്തിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കും. പിന്നെ അവൻ ഇടയ്ക്ക് അമ്മ ഇന്ന് കൂടി നാരങ്ങ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വെക്കും. അപ്പോൾ പിന്നെ അവൻ വരുമ്പോഴേക്കിന്ന് ലൈം ജ്യൂസ് ഒന്ന് കലക്കി വെക്കാമെന്ന് വിചാരിച്ചു. അവൻ വന്നു. ഇനി ഞാൻ പോയിട്ട് ഡോറ് തുറന്നു കൊടുക്കട്ടെ കേട്ടോ. ഇനി അടയിലേക്ക് വേണ്ട വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കുകയാണ് ചെയ്യാറ്. അതിലേക്ക് ഇപ്പോൾ ഒരു അരിപ്പൊടി എടുക്കുന്നത് സാധാ പത്തിരിപ്പൊടിയില്ലേ, പത്തിരിപ്പൊടിയാണ് എടുക്കുക. അതാണ് പത്തിരിപ്പൊടി തന്നെയാണ് പുട്ടിനും ഒക്കെ ഞാൻ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ പത്തിരിപ്പൊടി ഒരു 2-2.5 സ്പൂൺ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന സ്കൂപ്പിട്ട് എടുക്കുന്നില്ലേ, അങ്ങനത്തെ ഒരു 2 സ്കൂപ്പാണ് എടുക്കുന്നത്. കുറച്ച് അട ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 4-5 അട വേണ്ടു. അപ്പോൾ അത്രയൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, പൊടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്യുക. സ്പൂൺ കൊണ്ട് തന്നെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല ചൂടുണ്ടാവും ഇപ്പോൾ. അപ്പോഴേക്കും ഇല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ തളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഈ വേനൽക്കാലമൊക്കെ കൂടി ആകുമ്പോൾ ഇലയിൽ നല്ല ചളി ഉണ്ടായിരിക്കും. നന്നായിട്ട് കഴുകണം. എന്നിട്ട് അത് വെച്ചിട്ടൊന്ന് ടിഷ്യൂ ഒക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ തുണി വെച്ചിട്ടൊന്ന് നന്നായിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നിങ്ങനെ ചളി കാണാം. നമ്മൾ വിചാരിക്കും ആദ്യം വെള്ളം കൊണ്ട് കഴുകിയാൽ തന്നെ നല്ല ക്ലീൻ ആവുമെന്ന്. അത് കഴിഞ്ഞിട്ട് നല്ല നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചാൽ നല്ല ചളി ഉണ്ടാവും അതിൽ. ഈ വേനൽക്കാലത്താവുമ്പോൾ, മഴക്കാലത്ത് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ തേങ്ങയിലേക്ക് പഞ്ചസാര അല്ല ഇടുന്നത്, ശർക്കര പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. തേങ്ങ ഇവിടെ ചിരകി ഇരിക്കുന്നതുണ്ടായിരുന്നു, അതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് കനം കുറച്ചിട്ടാണ് കേട്ടോ അട പരത്തിയെടുക്കുക. അതിൻ്റെ മാവ് പരത്തിയെടുക്കുന്നത് വളരെ കനം കുറച്ചിട്ടാണ് പരത്തിയെടുക്കുക. എനിക്കത്ര കനം ഉള്ളത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ വീട്ടിലങ്ങനെ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ശീലമായിരിക്കും.
വളരെ കനം കുറച്ചിട്ട് വേണം എനിക്ക് അട. ശർക്കര ഇട്ടിട്ട് കുറച്ച് തേങ്ങ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പഴം വരട്ടിയത് എവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പഴം വരട്ടിയിട്ടുള്ള ഒരു അട ഉണ്ടാക്കുക. അപ്പോൾ അതിലേക്ക് ശർക്കര പിന്നെ വേണ്ടല്ലോ, തേങ്ങ മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ ആ പ്ലേറ്റിലിട്ട തേങ്ങ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. പഴം വരട്ടിയത് കുറേ മുന്നേ പഴം കുറേ അധികം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിനെടുത്തിട്ട് കഴിക്കാൻ വയ്ക്കില്ല. കുറേ പഴമൊക്കെ ആകുമ്പോൾ നമ്മളതിങ്ങനെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ, പഴം അധികം പഴുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പഴം നന്നായിട്ട് ശർക്കരയും നെയ്യൊക്കെ ഒഴിച്ചിട്ട് വരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് അതേപോലെ അടയിലേക്കോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും പായസം വയ്ക്കാനോ ഒക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെച്ചതാണ്. അതിനിപ്പോൾ ലാസ്റ്റത്തെ അട അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം അങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള പഴം വരട്ടിയത് കേട്ടോ. പിന്നെ ചക്ക വരട്ടിയത് ഇരിക്കുന്നുണ്ട്. അത് അമ്മ ഉണ്ടാക്കി തന്നു കേട്ടോ. അത് കഴിയാറായി. അത് കഴിഞ്ഞ വർഷത്തെ, ഇപ്പോൾ അടുത്ത ചക്ക സീസൺ വന്നു. അത് കുറച്ചിരിപ്പുണ്ട്. പിന്നെ വിചാരിച്ചു ഇന്ന് പഴം ഇട്ടാൽ മതി എന്ന് വിചാരിച്ചു. ചക്ക വരട്ടിയത് ഒരു പായസം ഉണ്ടാക്കാനുള്ളതേ ഇനി ഇരിക്കുന്നുള്ളൂ. അപ്പോൾ എന്നാൽ പിന്നെ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നേന്ത്രപ്പഴം വരട്ടിയതെടുത്തതാണ്. അടപ്പരത്തിൽ കഴിഞ്ഞോട് കൂടിയിട്ട് അവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പണികളും പെട്ടെന്ന് കഴിയും. പിന്നെ പണികളൊക്കെ ഇങ്ങനെ ഒരു പണി കഴിയുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പാത്രങ്ങൾ അപ്പോഴേ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, അടുക്കളയിൽ നിന്ന് ഒരുപാട് നേരം പണിയെടുത്തു എന്നുള്ളൊരു ഒരു തോന്നലും വരില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുക, പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഈസി ആവും നമ്മുടെ വർക്കൊക്കെ. നാല് അട പരത്തി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മാവ് ബാക്കിയുണ്ട്. അന്നിപ്പോൾ അതിനിപ്പോൾ ഞാൻ അടയൊക്കെണ്ട. സൂര്യന് ഇഷ്ടമാണ് ഒരു കൊഴുക്കട്ടല്ലേ, കുഞ്ഞു കൊഴുക്കട്ട, മിനി കൊഴുക്കട്ട. അത് വറുത്തിടാണ്ട് അവൻ കഴിച്ചോളും. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊരു 5-6 അങ്ങനെ വെറുതെ ഉരുട്ടിയിടാം ബാക്കിയുള്ള മാവ് കൊണ്ട് എന്ന് വെച്ചിട്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടല്ലേ കുഴക്കേണ്ടത്. ഇപ്പോൾ മാവ് വെറുതെ മാവല്ലേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങയും ഒരു നുള്ളു ഉപ്പും കൂടി അധികം ചേർത്തിട്ട് കൊഴുക്കട്ട ഒരു 5-6 അതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് അടയുടെ കൂടെ ഇതേപോലെ എന്താണ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, നൂൽപുട്ട് ഉണ്ടാക്കില്ലേ, അപ്പോഴും ഇതുപോലെ ചെയ്യും. ബാക്കിയുള്ള മാവിന് പിന്നെ ആച്ചിൽ നിറയ്ക്കാൻ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വരുന്ന ഒരു സമയം ഉണ്ടാവില്ലേ. അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കൊഴുക്കട്ട ആവിയിലങ്ങ് വേവിച്ചെടുത്താൽ അതിനൊരു ടേസ്റ്റാണ്. കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് കഴിയും. ഇനി ഞങ്ങൾക്ക് രണ്ടാക്കുള്ള കട്ടൻ ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇതിന്ന് അട എടുത്ത് വയ്ക്കാൻ കേട്ടോ. രാത്രി ഏട്ടൻ കട അടച്ചിട്ട് വരുന്ന സമയത്ത് വന്ന ഉടനെ കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് കാസറോളിൽ അടച്ച് വെച്ചാണ്.
ഇനി ഞങ്ങൾ രണ്ടാളും കഴിക്കട്ടെ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ അടയുടെ കൂടെ നെയ്യ് കൂട്ടി കഴിക്കാറുണ്ടോ ആരെങ്കിലും? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സൂര്യനെയും ഞാൻ ശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്, ഏട്ടനെയും ശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ കഴിക്കൊന്നുമില്ല തോന്നുന്നുണ്ട് ഈ അടയുടെ കൂടെ നെയ്യ് ഇട്ടിട്ട്. ഇതെനിക്ക് വീട്ടിൽ നിന്ന് ഉള്ളൊരു ശീലമാണ്. മുന്നേ ചെറിയ കുട്ടിയിലെ ഞാൻ അങ്ങനെ ചെയ്യും. അമ്മ അങ്ങനെ തന്നിട്ടുള്ള ശീലമായിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു നെയ്യ് ഇടുമ്പോഴാണ് ആ അടയ്ക്കൊരു ടേസ്റ്റ് വരിക തോന്നുന്നു എനിക്ക്. കൊഴുക്കട്ടയൊക്കെ കുറച്ചുണ്ടാക്കി, പക്ഷേ അത് കഴിക്കാൻ മറന്നു ചായയുടെ കൂടെ. അതാണ് ഇപ്പം എടുത്തിട്ട് കഴിക്കുന്നത്. ഇനി ഉണക്കാനിട്ട ഡ്രസ്സ് ഒക്കെ ഒന്ന് മടക്കി വയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പണി കൂടി ഉണ്ട്. അരി ഉഴുന്ന വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നാളേക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി റൈസാണ് കേട്ടോ യൂസ് ചെയ്യുക ഇഡ്ഡലിക്ക്. അപ്പോൾ ഒരു കപ്പ് ഉഴുന്നിന് 4 കപ്പ് അരി ചേർക്കും. പിന്നെ ഒരു 1-2 സ്പൂൺ, ഒരു 2 സ്പൂണൊക്കെ ചോറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ചേർക്കാറുണ്ട്. ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും കുറച്ച് ചോറ് ചേർക്കും. പിന്നെ ദോശയ്ക്കാണെങ്കിൽ മറ്റേ ഉലുവില്ലേ, ഉലുവ അതേപോലെ ഒരു 1.5 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഉലുവയും ചേർക്കും. അത് ഉഴുന്നിൻ്റെ കൂടെ ഇട്ട് വയ്ക്കും. ഇതിൽ പിന്നെ ഇഡ്ഡലിക്കാണെങ്കിൽ ഞാൻ ഉലുവ ചേർക്കാറില്ല. അങ്ങനെ ഇഡ്ഡലി മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്ത് വയ്ക്കാം. ഞാനിതിൽ എപ്പോഴും ഇഡ്ഡലി റൈസ് തന്നെ ഉപയോഗിക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ് ഇഡ്ഡലി. എല്ലാത്തിനേക്കാളും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇഡ്ഡലി, അത് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ഏത് സമയം കിട്ടിയാലും ഞാൻ ഇഡ്ഡലി കഴിക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര പെർഫെക്ഷനിൽ ഭയങ്കര വെളുത്ത് ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കുന്ന കുറേ എണ്ണം കഴിക്കും വേണമല്ലോ. മറ്റെല്ലാ പലഹാരം ഞാൻ 1-2 ഒക്കെ വെച്ച് കഴിക്കുമല്ലോ, പക്ഷേ ഇഡ്ഡലി കുറേ കഴിക്കും. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇഡ്ഡലി റൈസ് യൂസ് ചെയ്യുന്നത്. സൂര്യൻ വിളക്കെത്തിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.